എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അയർലൻഡിനോടുള്ള 8 വിക്കറ്റ് വിജയത്തിന് ശേഷം തുടർച്ചയായ രണ്ടാം വിജയം ലക്ഷ്യമിട്ട് രോഹിത് ശർമ്മയും സംഘവും ഞായറാഴ്ച കളിക്കളത്തിൽ ഇറങ്ങും. പാകിസ്ഥാനാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8 മണി മുതലാണ് മത്സരം ആരംഭിക്കുക. ആദ്യ മത്സരം വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാകും ടീം ഇന്ത്യ ഇറങ്ങുക. ഇന്ത്യക്ക് ഗ്രൂപ്പിൽ ആകെയുള്ള എതിരാളികൾ അത് പാകിസ്ഥാൻ മാത്രമാണ്. അവരെ തറപ്പറ്റിച്ചാൽ പിന്നെ ഇന്ത്യക്ക് യാതൊന്നും തന്നെ പേടിക്കാൻ ഇല്ല. എന്തായാലും ഇന്ത്യയുടെ ഈ ഫോമിന് മുന്നിൽ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ മലയാളികൾ ഏവരും കാത്തിരുന്ന പോലെ സഞ്ജു പാകിസ്ഥാനെതിരെ കളത്തിലിറങ്ങുന്നുണ്ട്. അതുകൂടിയാകുമ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്തും. ഇനി നമുക്ക് പാകിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11ലേക്ക് വന്നുകഴിഞ്ഞാൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ചേർന്ന് ഓപ്പണിംഗ് ചെയ്യും. 1 ഡൗൺ പൊസിഷനിൽ ഋഷഭ് പന്ത് എത്തും. മധ്യനിരയിലെ ശക്തിയായി സൂര്യകുമാർ യാദവ് 4ാം നമ്പറിൽ ഇറങ്ങും. 5ാമനായി സഞ്ജു സാംസൺ എത്തും. ഫിനിഷിംഗ് റോളിൽ ഹാർദിക് പാണ്ഡ്യയും ജഡേജയും ഇറങ്ങും. ബൗളിംഗിലേക്ക് വന്നാൽ ജസ്പ്രീത് ബുംറ, അർഷദീപ് സിംഗ് എന്നിവരോടൊപ്പം കുൽദീപ് യാദവും ടീമിൽ എത്തും. കുൽദീപ് എത്തുന്നതോടെ മുഹമ്മദ് സിറാജ് ടീമിൽ നിന്ന് പുറത്താകും. എന്തുതന്നെയായാലും ഇന്ത്യ ഇപ്പോൾ മികച്ച ഫോമിലാണ്. എന്നാൽ മറുവശത്ത് USA ഏറ്റ തോൽവിക്ക് പകരമായി ഇന്ത്യയോട് പാകിസ്ഥാൻ വിജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ മികച്ച ഒരു പോരാട്ടം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.